കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ KPCCയുടെ ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിക്ക് നാളെ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഉമ്മൻചാണ്ടി നഗറിൽ 10,000-കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കി സമാപനം കുറിക്കുന്നതാണ്. ഈ ജാഥ ഇവിടെ അവസാനിക്കുന്നില്ല. ജനകീയ പ്രതിരോധത്തിന്റെ തുടക്കമാണിത്. അതിന് കോൺഗ്രസിനെ സജ്ജമാക്കാനുള്ള ആത്മവിശ്വാസത്തോടെ ജനകീയ പ്രതിരോധത്തിന്റെ ആവേശക്കടൽ തീർത്താണ് സമരാഗ്നി 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അഗ്നിയിൽ സ്ഫുടം ചെയ്ത കാരിരുമ്പ് പോലെ സമരാഗ്നി പ്രക്ഷോഭയാത്ര കോൺഗ്രസിനെ മാറ്റിയെടുത്തു എന്നതാണ് സത്യം. സമകാലീന കേരളീയ സമൂഹത്തെ ആഴത്തിൽ തൊട്ടറിയാനും കേട്ടറിയാനും ഞങ്ങൾക്ക് സാധിച്ചു. പിണറായി സർക്കാർ താറുമാറാക്കിയ ജനജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയവർ നെഞ്ചുപൊട്ടുന്ന നൊമ്പരങ്ങളാണ് ഞങ്ങളുമായി പങ്കുവച്ചത്. നരേന്ദ്രമോദിയുടെയും പിണറായി സർക്കാരിൻ്റെയും ഭരണം തകർത്ത ജീവിതങ്ങൾ കണ്ട് ഞങ്ങൾ തന്നെ തെരിച്ചുപോയി. കോട്ടയത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ലക്ഷ്മി അമ്മയും മകളും ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അടച്ചുറപ്പുള്ള ഒരു ഭവനം മാത്രമാണ്. പനച്ചിക്കാട് പഞ്ചായത്തിൽ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാമെന്ന് കോട്ടയം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സിബി ജോൺ ഞങ്ങളെ അറിയിച്ചപ്പോൾ ലക്ഷ്മി അമ്മയുടെയും മകളുടെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാമ്പത്തിക സഹായം KPCC ഏറ്റെടുത്ത് ജില്ലകളിൽ നിന്നും ചികിത്സാ സഹായത്തിനും മറ്റും ലഭിച്ച അപേക്ഷകളിൽ സാമ്പത്തിക സഹായം വാഗ്ദാനം നൽകിയിട്ടുമുണ്ട്. അങ്ങനെ അവരുടെ ഒരു പരാതി നമ്മൾ നേരിട്ടങ്ങ് പരിഹരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അപേക്ഷകൾ, ഒരുപാട് യാചനകൾ ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് സമഗ്രമായ ഒരു പ്രൊജക്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകീയ ചർച്ചാ സദസ്സിൽ ജനങ്ങൾ സമർപ്പിച്ച പരാതികളിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്താൻ സാധ്യമായതെല്ലാം കോൺഗ്രസ് ചെയ്യും. പരാതികളിൽ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതും പ്രക്ഷോഭം ആരംഭിക്കേണ്ടതുമായ വിഷയങ്ങൾ തരം തിരിച്ച് പരിശോധിക്കാൻ പഴകുളം മധു ചെയർമാനും സജീവ് ജോസഫ് കൺവീനറുമായ ഒരു സമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലഭിച്ച പരാതികളിൽ തുടർ പ്രവർത്തനം നടത്താൻ ജില്ലകളിൽ പ്രത്യേക സംവിധാനം KPCC ഏർപ്പെടുത്തും. ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ UDF പ്രകടന പത്രിക ഉൾപ്പെടുത്തും. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ ഞങ്ങളും പോരാടും. സത്യത്തിൽ കേരളത്തിന്റെ ജുഡീഷ്യറിയിൽ ഒരു അപൂർവമായ വിധിയാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസോടനുബന്ധമായ വിധി നമ്മുടെ മുൻപിലുണ്ടായത്. എല്ലാം പുറത്തിരുന്നവരൊക്കെ അകത്തായി എന്നത് ഒരു പുതുമയാണ്. പുതുമ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു റീ ഓപ്പണിംഗ് നടത്തിയത് എന്ന് ഓർമ്മ വേണം. പക്ഷെ ഇനിയും ഇതിന് അവസാനത്തെ സാങ്ഷൻ കൊടുത്ത, അവസാനത്തെ അനുമതി കൊടുത്ത ഒരു നേതാക്കന്മാർ ഉണ്ട് ഈ പാർട്ടിക്കകത്ത്. ആ നേതാക്കന്മാരെ കണ്ടെത്തണം. ശരിക്കും അവരാണ് യഥാർത്ഥ കൊലയാളികൾ. അവരെ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം കൂടുതൽ ആഴത്തിലും പരപ്പിലും കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ